പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഉടമ്പടി ധ്യാനത്തിൻ്റെ പ്രധാന സാക്ഷ്യം രേഖ കൈമാത്ര. ഒത്തിരി ഉടമ്പടി സൂത്രവാക്യങ്ങളും ഒത്തിരി ഉടമ്പടി പ്രക്രിയകളുമുള്ള ഒരു ജീവിതാനുഭവ സാക്ഷ്യമാണ് രേഖയുടേത്. ഞാൻ ചില സമയത്ത് ഓർത്തു പോയിട്ടുണ്ടേ, ആരോടാണ് ദൈവം കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതെന്ന്. ദൈവം കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുക, സംവേദിക്കുക, സംസാരിക്കുക, ഏത് ടൈപ്പ് മനുഷ്യരോടാണ് ദൈവം കൂടുതൽ സംവേദിക്കുന്നത്? ഇനി കുറച്ചുകൂടി ചോദ്യം ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ, ദൈവം നമ്മളോട് സംവേദിക്കുന്ന സാധാരണ ജീവിത സാഹചര്യം എന്താണ്? ഇപ്പം രേഖ ശരിക്കും അവരുടെ സാക്ഷ്യം അവസാനിക്കുന്നുള്ളൂ. ഞാൻ നോക്കിയിട്ട് ഒരു 4 പ്രാവശ്യം ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ദൈവം ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് വിശ്വാസം മാത്രം മതി. ബാക്കിയെല്ലാം വിശ്വാസ വളർച്ചയുടെ ഭാഗങ്ങളാണ്. കുദാശ ജീവിതമൊക്കെ വിശ്വാസ വളർച്ചയുടെ ഭാഗങ്ങളാണ്. ദൈവം നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബേസിക്കായിട്ട് വിശ്വാസം മാത്രം മതി. വിശ്വാസത്തിന് ഒരു വിഷയമുള്ളത് രക്ഷിക്കപ്പെടുന്ന വിശ്വാസമായിരിക്കണം. എന്തെങ്കിലും വിശ്വാസം ആയാൽ പറ്റത്തില്ല. ഇപ്പം അമേരിക്ക നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ ഇറ്റ് ഈസ് ദെയർ, അതൊരു വിശ്വാസമാണ്. അതുകൊണ്ട് നീ രക്ഷിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല. രക്ഷിക്കപ്പെടുക എന്ന് വെച്ചാൽ നിന്നെ നിത്യത വരെ നിന്നെ ക്യാരി ചെയ്യാൻ പറ്റണം. നിത്യത വരെ നിന്നെ ഈ ജീവിതത്തിന് ശേഷവും നിന്നെ ഏറ്റെടുക്കുകയും നിൻ്റെ കൂടെ ജീവിക്കുകയും ചെയ്യുന്ന വിശ്വാസമാണ് രക്ഷിക്കപ്പെടുന്ന വിശ്വാസം. അപ്പം ആ ഒരു വിശ്വാസം, അത് നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു വിശ്വാസമായിട്ട് തന്നെ, വിശ്വാസ രൂപം തന്നെ, അതിൻ്റെ പ്രാഗ് രൂപം, വിശ്വാസത്തിൻ്റെ ഒരു പ്രാഗ് രൂപം ഒരു ധാരണയായിട്ടാണ് വരണത്. വളരെ വിശ്വാസത്തിന് മുമ്പൊരു രൂപമുണ്ട്, അതിൻ്റെ പ്രാഗ് രൂപം. അതൊരു ധാരണ എന്ന് വേണേൽ പറയാം. ധാരണ, ഈ ധാരണയാണ് അത് മച്ചുറാകുമ്പോഴാണ് വിചാരമാകണത്. വിചാരമാണ് മച്ചുറാകുമ്പോഴാണ് വിശ്വാസമാകുന്നത്. വിശ്വാസം മച്ചുറാകുമ്പോഴാണ് വലിയ വിശ്വാസമാകുന്നത്. അപ്പോൾ തുടങ്ങണത് എങ്ങനെയാണ്? അപ്പോൾ നിങ്ങൾക്ക് ധാരണ ഉണ്ടായാൽ മതി. ഉടമ്പടി എടുക്കുമ്പോൾ കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പക്ഷേ പെട്ടെന്ന് ഇടപെടാൻ സാധ്യതയുണ്ട്. ധാരണയാണത്. അപ്പോൾ ധാരണ വരുമ്പോൾ തന്നെ ദൈവം നെക്സ്റ്റ് ഡോറിലായെന്നർത്ഥം. ഒരു ധാരണ കിട്ടിയാൽ മതി. ചില ആൾക്കാർ ധാരണയോടുള്ള റെസ്പോൺസ് ആൻഡ് റിയാക്ഷൻസ്, ചിലർ ധാരണ ഉണ്ടാകും, പക്ഷേ കോൾഡ് വെതറുള്ള ആൾക്കാരുണ്ടാകും. തണുത്ത വിശ്വാസത്തിൽ ശൈത്യ മേഖലയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാകും. ഒരു കോൾഡ് വെതറുകാരാണ്. ധാരണ കിട്ടിയാൽ 1 കൊല്ലം കഴിഞ്ഞൊക്കെ ഇത് ആക്ടിവേറ്റ് ആകത്തുള്ളൂ. ചിലർ ഭയങ്കര സമ്മർ സീസണിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാകും വിശ്വാസത്തിൽ.
ധാരണ കിട്ടി അടുത്ത ആഴ്ചത്തെ അവർ ഉടമ്പടി എടുക്കും. ചിലർ ധാരണ കിട്ടിയാൽ 1.5 കൊല്ലം കഴിഞ്ഞ് ഉടമ്പടി എടുക്കത്തുള്ളൂ. ഈ ധാരണ ആക്ടിവേറ്റ് ആകാൻ എടുക്കുന്ന സമയം തന്നെയായിരിക്കും ഉടമ്പടി ക്രാക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം. ഞാൻ പറഞ്ഞു വരണത്, ധാരണ പോലും ദൈവസ്വരമാണ്, വിചാരവും ദൈവസ്വരമാണ്. ധാരണ മച്ചുറായി കഴിയുമ്പോൾ വിചാരമാകും. ആ രക്തസ്രാവക്കാരി രോഗിയുടെയൊക്കെ വിശ്വാസം ശരിക്കും ആദ്യം വിചാര രൂപത്തിലാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, ഉള്ളിൽ വിചാരിച്ചു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ മഹത്വം മഹത്വം മഹത്വം. മർക്കോസ് 5:28. മർക്കോസ് 5:28. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി. പറഞ്ഞ്, അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. അപ്പോൾ അവൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഭയങ്കരമായ രീതിയിൽ ഒരു ലെഫ്റ്റ് ലുഫായ പോലെ ഇങ്ങനെ, അതായത് വെറുക്കപ്പെട്ട് വിച്ഛേദിക്കപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിലാണ്. കാര്യം 12 കൊല്ലമൊക്കെ ഇങ്ങനെ രക്തസ്രാവം വന്ന്, ഇന്നത്തെ കാലത്ത് തുണി പോലും ഇത്രയും സമൃദ്ധമായുള്ള കാലമാണിത്. ഇപ്പം എന്തെല്ലാം സംഭവങ്ങളാണ് ആൾക്കാർക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ അക്കാലത്ത് ലിനനാണ് ആൾക്കാർ ഉപയോഗിക്കുന്ന തുണി, അതുപോലും എല്ലാവർക്കും ഇല്ല. അപ്പം അങ്ങനെയുള്ള ആ കാലത്ത് തന്നെ ഒരു 12 കൊല്ലം രക്തസ്രാവം വന്നാൽ ആ വീട്ടിലെ സ്ത്രീയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് തന്നെ അവർക്കിനി വേറെ ഒരു ഓപ്ഷൻ ഇല്ല. കാര്യം ഈ 12 കൊല്ലമായിട്ടും ഇപ്പം നിൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഏജ് ഓവറായിട്ടുള്ള ജീവിത പ്രശ്നങ്ങൾ, 2 കാര്യം നിനക്ക് തരും. ഒന്ന്, യേശുവിനെ നിനക്ക് തരും. കാരണം നീ ഒത്തിരിയേറെ വിഷയങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്തി പരാജയപ്പെട്ടു. ഇനി എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ ഇരിക്കുന്ന സമയത്താണ് യേശുവിനെക്കുറിച്ച് ഇവൾ കേൾക്കണത്. നമുക്കറിയാമല്ലോ, ദൈവം നമ്മളുമായിട്ട് ദൈവം കോണ്ടാക്റ്റിലാകുന്നത് ആദ്യം തന്നെ ഈ കേൾവി നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ആരോ പറഞ്ഞു, ചിലപ്പോൾ ശത്രുക്കൾ പറഞ്ഞാലും മിത്രങ്ങൾ പറഞ്ഞാലും ഒരു ബന്ധമില്ലാത്തവർ പറഞ്ഞാലും ടി വി കേട്ടാലും റേഡിയോയിൽ കേട്ടാലും മൊബൈലിൽ കേട്ടാലും കേൾവി എങ്ങനെ ദൈവം നമ്മുടെ അടുത്തേക്ക് വരുമെന്ന് അറിയത്തില്ല. ദൈവം ആദ്യം ഇൻട്രാക്ട് ചെയ്യുന്ന ശബ്ദത്തിലാണ്. ശബ്ദം ആരെങ്കിലും പറഞ്ഞാൽ മതി. നിങ്ങളറിയാം, നിങ്ങളിലെ കുറേ അധികം പേരും ആരോ പറഞ്ഞത് കേട്ടാണ് വരണത്. ഈ വാഗ്ദാന പേടകം തന്നെ ആ ഒരു ദൈവം മനുഷ്യനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. വാഗ്ദാന പേടകത്തിൻ്റെ ഒരു മാതൃകാ രൂപമാണ് അവിടെ ഇരിക്കുന്നത്. ഒരുപക്ഷെ വെരി ഡീപ്പ് മീനിങ് ഫുൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ ഇൻട്രാക്ഷൻ്റെ ഒരു രൂപമാണ് വാഗ്ദാന പേടകം. ഈ വാഗ്ദാന പേടകത്തിന് പോലും അതൊരു ചെവിയുള്ള സംവിധാനമാണ്. ദൈവം നിങ്ങളെ കേൾക്കുന്ന, ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് വാഗ്ദാന പേടകം. ഇപ്പോൾ ഉദാഹരണത്തിന് സങ്കീർത്തനം എടുത്തേ. സങ്കീർത്തനം, കെറൂബുകളുടെ മധ്യത്തിൽ വസിക്കുന്നവനെ നീ ചെവി ചായ്ച്ച് എന്നെ കേൾക്കണമെന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സങ്കീർത്തനം 80:1. ശ്രുതികട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ. 80-ാം സങ്കീർത്തനം 1-ാം തിരുവചനം.
ഇസ്രായേലിന്റെ ഇടയനെ പറഞ്ഞ ഇസ്രായേലിന്റെ ഇടയനെ ഇസ്രായേലിന്റെ ഇടയനെ ആട്ടിൻകൂട്ടത്തെ പോലെ ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ ജോസഫിനെ നയിക്കുന്നവനെ ചെവിക്കൊള്ളണമേ. ചെവിക്കൊള്ളണമേ. കെരൂബുകളിന്മേൽ വസിക്കുന്നവനെ കെരൂബുകളിന്മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ. അപ്പൊ കെരൂബുകളുടെ മേൽ വസിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗ്ദാന പേടകത്തിലെ ദൈവമെന്ന് എൻ്റെ അർത്ഥം. ദൈവം തൻ്റെ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റാൻ ഒരു പേടകത്തിൻ്റെ സംവിധാനം ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ 2 കെരൂബുകളെ പ്രതിഷ്ഠിച്ച് അതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലത്തിൻ്റെ പേരാണ് കൃപാസനം. എന്നിട്ട് കൃപാസനമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അവിടെ. അത് നമ്മുടെ കൃപാസനത്തിൻ്റെ മുഖവാരം കണ്ടിട്ടില്ലേ? നിങ്ങൾ ഉടമ്പടി പത്രിക സമർപ്പിക്കുന്ന പേടകം കണ്ടിട്ടില്ലേ? എല്ലാം പഴയ നിയമത്തിലെ ഒരു ദൈവത്തിൻ്റെ ചെവിയുടെ സംവിധാനമാണിത്. ചെവിയും വായുവാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും, നിങ്ങൾ പറയുന്നത് കേൾക്കുകയും ചെയ്യും. നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും ദൈവമായിട്ട് നമ്മളൊരു സാന്നിധ്യത്തിൻ്റെ ഒരു അനുഭവ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ ദൈവത്തെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ദൈവം നിങ്ങളോട് സംസാരിക്കും. ഇപ്പം തന്നെ ദൈവം സംസാരിക്കണത് നിങ്ങൾ പുറപ്പാട് 25-21 എഴുതേ. പുറപ്പാട് 25-21. കൃപാസനം പേടകത്തിന് മുകളിൽ സ്ഥാപിക്കണം. ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിന് ഉള്ളിൽ നിക്ഷേപിക്കണം. അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും. കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപേടകത്തിന് മീതെയുള്ള കെരൂബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും. അപ്പോൾ അത് കൃപാസനത്തിൻ്റെ മുഖവാരത്ത് കണ്ടില്ലേ? ആ കെരൂബുകളുടെ നടുക്ക് കർത്താവ് നിൽക്കണം കണ്ടില്ലേ? അതായത് നിങ്ങൾ തന്നെയും നാളെ ഒരു കൃപാസനമായി മാറും. ഈ സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരണത് ഒരു മനുഷ്യൻ അവൻ പറയണത് പോലെ ചെയ്ത് കഴിയുമ്പോൾ വാഗ്ദാനം പ്രാപിക്കും. വാഗ്ദാനം പ്രാപിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്തുള്ള വാഗ്ദാനമാണ്, നിങ്ങൾ എൻ്റെ കൽപ്പന പാലിച്ചാൽ ഞാൻ നിങ്ങളിൽ വന്ന് വാസം ഉറപ്പിക്കും. മനസ്സിലായില്ലേ? 15:7 എടുത്ത് നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അതായത് നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ നിലനിൽക്കണം. അല്ലാതെ ഉടമ്പടി ഒന്ന് പുതുക്കി എന്നിട്ട് പിന്നെ നിങ്ങൾ പഴയതുപോലെ ഉഴപ്പി അങ്ങനെ വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ബ്രേക്കാവും. ഉടമ്പടി പുതുക്കണൊക്കെ പ്രധാനപ്പെട്ട വിഷയമാണ് ശരിക്കും. കാര്യം കമ്മ്യൂണിക്കേഷനാണ് ഇതിൻ്റെ ഉദ്ദേശം. പുതുക്കുന്ന അനുസരിച്ച് കൗൺസിലേഴ്സ് ഉൾപ്പെടെയുള്ള ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ബ്രേക്ക് ശരിക്കും നല്ല ഫ്ലോ മുമ്പത്തേക്കാളും നിങ്ങൾ ഫ്ലറിഷ് ആകുന്നുണ്ടോ? അതാണ് ഉടമ്പടിയിലുള്ള വിഷയം. ഉടമ്പടി പുതുക്കുന്ന അനുസരിച്ച് അതിന് ആനുപാതികമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആയി വരണം. ദൈവം നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യണം. ഇപ്പോൾ തന്നെ ഇവളുടെ വിഷയം എന്താണ്? അതായത് രേഖയുടെ ലൈഫിൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത് എപ്പോഴാണ്? ഇപ്പോൾ രേഖ നമുക്കറിയാം ഒരു നോൺ ക്രിസ്ത്യനാണ്, പക്ഷേ കമ്മ്യൂണിക്കേഷന് കുഴപ്പങ്ങളൊന്നുമില്ല. എന്താ കാര്യം? ധാരണയുണ്ട്. ധാരണ മച്ചുറായിട്ടുള്ള ഒരു വിചാരമുണ്ട്, വിചാരം മച്ചുറായിട്ടുള്ള വിശ്വാസമുണ്ട്. പക്ഷേ ഇതൊന്നും വിശ്വാസം ഉണ്ടായാലും വിശ്വാസത്തെ സ്ഥിരീകരിക്കുന്നതിന് എന്ത് വേണം? പ്രവർത്തികൾ വേണം. ഉടമ്പടി കുറേ ഹോംവർക്കുകൾ തരണില്ലേ നിങ്ങൾക്ക്? പത്രം കൊടുക്കുക, രോഗികളെ കാണുക, അതെല്ലാം അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം ഒരു കേവല വിശ്വാസം ഉണ്ടായാൽ വിശ്വാസം അടയാളം കാണിക്കത്തില്ല. കേവല വിശ്വാസത്തിൻ്റെ കുഴപ്പം അതാണ്. എല്ലാവർക്കും കത്തോലിക്കർക്കും അല്ലാത്തവർക്കും എല്ലാം കേവല വിശ്വാസമുണ്ട്, പക്ഷേ അടയാളങ്ങളില്ല. അടയാളത്തിൽ ദരിദ്രന്മാരാണ്. ദൈവം സംസാരിക്കുകയോ ഇൻട്രാക്ട് ചെയ്യുകയോ ഇടപെടുകയോ ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഈ ഇനാക്റ്റീവ് ഫെയ്ത്ത് ഉണ്ടാകും. ഈ വിശ്വാസത്തെ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രവർത്തികൾ നിങ്ങൾക്ക് തരണത്. അതുകൊണ്ടാണ് യാക്കോബൊക്കെ പറഞ്ഞത് 2:19 എന്താണ് പറയണത്? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജ്ജീവം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. യാക്കോബ് 2:17. യാക്കോബ് 2:17. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അപ്പം വിശ്വാസം ഉണ്ടാകാം. നോക്കിയേ, ആദ്യം എന്താ പറയണത്? ആദ്യം പറഞ്ഞാൽ എങ്ങനെയാണ്? ആദ്യം ധാരണ, പിന്നെ എന്താണ്? വിചാരം, പിന്നെ വിശ്വാസം. വിശ്വാസം ഉണ്ടായാലും അത് സജീവവും നിർജീവവുമായിട്ട് മാറും. വീട്ടിലെ വിശ്വാസത്തെ സജീവമാക്കി നിർത്താൻ വേണ്ടി എന്ത് വേണം? പ്രവൃത്തികൾ വേണം. പ്രവൃത്തികൾ എപ്പോഴും ചൊല്ലണതുണ്ട്, ചെയ്യണതുണ്ട്. ചൊല്ലാൻ പറ്റും, ചെയ്യാൻ പറ്റും. എൻ്റെ പറഞ്ഞത് ഇപ്പോൾ യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയുന്നതാണ് ചൊല്ലണ പ്രവൃത്തികൾ. പിന്നെ എന്താണ്? ദൈവം അവനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നതാണ് കാര്യം. ആ വിശ്വാസം ഉയർപ്പിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, വിശ്വസിക്കുന്നുണ്ട് വിശ്വാസ പ്രമാണം ചെയ്ത അവസാനം വർക്കൗട്ട് ചെയ്യത്തില്ല. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ഇവൾക്ക് നിങ്ങളാണല്ലോ സാക്ഷികൾ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 24:48. ലൂക്ക 24:48. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. എന്തിനാണ് സാക്ഷികൾ? 27 എടുത്ത്. ലൂക്ക 24:47. പാപമോചനത്തിലുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കർത്താവിന്റെ ഉയർപ്പിന് ശേഷം നടന്ന പാരഷൻസിലാണ് ഈശോ പാപമോചനത്തിനുള്ള അധികാരം നൽകുന്നത്. കാര്യം, ഒരു വ്യക്തിയിൽ ദൈവം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വിമാനം ഇറങ്ങണം. ചുമ്മാ വല്ലയിടത്തും വിമാനം ഇറങ്ങുക? അവിടെ എല്ലാ കുന്നും മലയൊക്കെ നിവർത്തി അല്ലേ, വിമാനം ഇറങ്ങാൻ വേണ്ടി മാത്രം കോൺക്രീറ്റ് അടിച്ച് അതെല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് വിമാനം അവിടെ ലാൻഡ് ചെയ്യണത്. അപ്പം അതുപോലെ തന്നെയാണ് തുറമുഖങ്ങൾ. ദൈവം നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മുടെ കല്ലും മുള്ളും പാപാവസ്ഥകളും നിലപാടുകളും, ഇപ്പം തന്നെ അഖില എന്നും പറഞ്ഞ ഒരു മോള് സാക്ഷ്യം പറഞ്ഞു. അഖിലയുടെ സാക്ഷ്യം എന്ന് വെച്ചാൽ അവർ ഒരു B1 സ്റ്റുഡൻ്റാണ്. ജർമ്മനി പോകാൻ വേണ്ടി B1 B2 എക്സാം സ്റ്റുഡൻറ്റ്. അപ്പോൾ B1 എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് B1 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാരുടെ കൂട്ടുകാർ പറഞ്ഞ് B2 അറ്റൻഡ് ചെയ്യാവുന്നതാണ്, ഈ B1-ൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് B2 എഴുതാവുന്നതാണെന്ന് പറഞ്ഞു. എഴുതുകയോ ഹിയർ ചെയ്യുകയോ ചെയ്യാൻ പറ്റും. അതൊക്കെ ചുമ്മാക്കെ കുറച്ചൊക്കെ കറക്കിക്കുത്താണ്. അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോൾ ഇവിടെ അഖിലയും പോയി B2 എഴുതി. പൊട്ടക്കണേനെ മാവിട്ടറിഞ്ഞ പോലെ സംഭവം വീണ് B2-ൻ്റെ ഒരു മൊഡ്യൂൾ കിട്ടി അവർക്ക്. അപ്പോൾ അഖിൽ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യണത് അതോടുകൂടി ഞാൻ അഹങ്കാരിയായി മാറിയെന്നാണ്. എന്താ കാര്യം? ചുമ്മാ പിള്ളേരൊക്കെ വന്ന് എന്നോട് ചോദിക്കും, ചേച്ചി ഇതെങ്ങനെ എഴുതിയെടുത്ത്? എൻ്റെ ജൂനിയേഴ്സ് വന്ന് ചോദിക്കും, ചേച്ചി ഇതെങ്ങനെ എഴുതിയെടുത്ത്? ചുമ്മാ എഴുതിയാവുന്നത്, ചുമ്മാ അവിടെ പോയി ഞാൻ എഴുതിയ. അപ്പം അവിടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലിയ കേമത്തിയാണ്, ഞാൻ ചുമ്മാ അങ്ങോട്ട് എഴുതിയാൽ തന്നെ കിട്ടും. എന്നിട്ട് അപ്പോൾ ഇവൾ പറഞ്ഞത് എനിക്കുള്ളിൽ തന്നെ ഒരു അഹങ്കാരം ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു, നിങ്ങളുടെ എവിടെയാണ് നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടണത്, അത് ആത്മവിശ്വാസത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആത്മവിശ്വാസം കള്ള് പോലെയാണ്. കള്ള് ഇരുന്ന് മൂത്താൽ അതെന്തായും ചാരായമാകും, ചാരായം മൂത്ത വിനാഗിരിയായിട്ട് മാറും. അതുപോലെ തന്നെയാണ് ആത്മവിശ്വാസം. അത് മൂത്ത് കഴിഞ്ഞാൽ പിന്നെന്താകും? അത് അഹങ്കാരമായിട്ട് മാറും. അഹങ്കാരമായി കഴിഞ്ഞാൽ എന്നാ പറ്റും? അവിടെ ഈ വിമാനം ഇറങ്ങണ പോലെ ദൈവത്തിന് ആ കല്ലിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ദൈവത്തിന് അവിടെ ഇൻട്രാക്ട് ചെയ്യാനില്ല, അവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ആദ്യം ടോർപ്പുഴ ചെയ്യേണ്ടത് ദൈവം എപ്പോഴും കൈ വെക്കണം, എപ്പോഴും ആത്മവിശ്വാസത്തിലായിരിക്കും.
ആത്മവിശ്വാസം ഇപ്പം തന്നെ എന്തെങ്കിലും വിശ്വാസം, ഇപ്പോൾ നമ്മൾക്കറിയാമല്ല, ആത്മവിശ്വാസം എപ്പോഴും വ്യക്തികൾക്ക് ഉണ്ടാകുന്നത് ഒന്നെങ്കിൽ അവൻ്റെ ഉള്ളിൽ തന്നെ സെൽഫായിട്ട് തന്നെ വരും. ഞാനത്ര കുറഞ്ഞ പുള്ളിയല്ല, എൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാ വിഷയത്തിനും റാങ്ക് കിട്ടി പഠിച്ച ആളാണ്, മറ്റവന്മാരൊക്കെ മഫന്മാരാണ് എന്ന്. അപ്പം ഈ ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ ആരെയൊക്കെ അത് നെഗറ്റീവായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടിയാൽ നിങ്ങൾ പറയണത് ഞാനത്ര കുറഞ്ഞ പുള്ളിയല്ലെന്നാണ് പറയണത്. വെച്ചാൽ കുറഞ്ഞ പുള്ളികൾ വേറെ ഉണ്ടെന്നതിൻ്റെ അർത്ഥം. വേറെ ആൾക്കാരെ കൊച്ചാക്കി കഴിഞ്ഞിട്ട് അവരെക്കാൾ കേമനാണ്, കേമിയാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിരുസന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ ദൈവത്തെ നിങ്ങളെ ഇഷ്ടമൊക്കെ ആയിരിക്കും, പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ എന്താ പറഞ്ഞത്, ഞാൻ കൃപാസനത്തിൽ നിന്നുകൊണ്ട് ഇപ്പം അല്ലേ 15, 25, 10 നമ്മൾ എന്താ വായിച്ച പുറപ്പാട് 25:22 അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും, കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപേടകത്തിന് മീതെയുള്ള കെരൂബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും. ഇപ്പോൾ 2 ഫാക്കൽറ്റി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്താണ്? വാഗ്ദാന പേടകമായിട്ട് നീ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഒന്ന്, ഞാൻ നിന്നെ കാണും. നമ്മൾ അങ്ങ് ദൈവത്തിനെ കാണുമെന്ന് പറഞ്ഞിട്ടില്ല അവിടെ, ഞാൻ നിന്നെ കാണും. രണ്ടാമത്തെ എന്താണ്? അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും, പക്ഷെ കേൾക്കണം നിർബന്ധമില്ല. ഇവിടെയാണ് പ്രോബ്ലം. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഭയങ്കരമാണ് ആൾക്കാർക്ക്. അതായത് ദൈവത്തിൻ്റെ രക്ഷാകര സംവിധാനത്തിൻ്റെ പേരാണ് ആർക്ക് ഓഫ് ദി കവനൻറ്റ്. ആർക്ക് ഓഫ് ദി കവനൻറ്റിൻ്റെ വരുന്നുള്ള ഇത് ഭയങ്കര സെൻസിറ്റീവാണ്. ഒന്ന്, നമ്മളെ ഇത് കാണുന്നു. അവിടെ ദൈവം നമ്മളെ ആ ഒരു ആർക്ക് ഓഫ് കവനൻറ്റിൻ്റെ നമ്മുടെ ലൈഫ് ആർക്ക് ഓഫ് ദി കവനൻറ്റിന് സംവിധാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ കാണുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പക്ഷെ നമുക്ക് ദൈവത്തെ കാണണമെന്ന് നിർബന്ധമില്ല. അത് വിഷയമാണ്. അതുകൊണ്ടാണ് അന്ധകാരത്തിലുള്ള ജനത ഒരു പ്രകാശം കണ്ടു എന്നൊക്കെ പറയത്തില്ലേ. മത്തായി 4:16. അതെ, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ പറഞ്ഞ അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൽ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. അതായത് നമ്മൾ ദൈവത്തെ കാണുന്ന പ്രോസസ്സിലേക്ക് വരണം. ഇപ്പം കാഴ്ച എന്ന ദൈവത്തെ അനുഭവങ്ങളിലൂടെ ദൈവത്തെ കാഴ്ച എന്ന ഒരു പ്രക്രിയ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരും. പക്ഷെ നമ്മളുടെ കാഴ്ച നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. എങ്ങനെയാണ്? വിശ്വാസം വർദ്ധിച്ചിട്ട്, വിശ്വാസം അതാദ്യം ധാരണയുണ്ടായി, പിന്നെ വിചാരമുണ്ടായി, പിന്നെ വിശ്വാസമുണ്ടായി. ആ വിശ്വാസം തന്നെ ആക്റ്റീവ് ഫെയ്ത്ത് ഉണ്ട്, സജീവ വിശ്വാസമുണ്ട്. പിന്നെ എന്താണ്? പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. യാക്കോബ് 2:17 അനുസരിച്ചുകൊണ്ട് നിർജീവമാണ്. ഈ നിർജീവ വിശ്വാസത്തിൻ്റെ മേഖലയുള്ള ആൾക്കാരുണ്ടാകും. പക്ഷേ പ്രവൃത്തികൾ വരുമ്പോൾ എന്തു ചെയ്യും? അത് സജീവ വിശ്വാസത്തിലേക്ക് വരും. ഇപ്പോൾ പ്രവൃത്തികൾ, ഇപ്പോൾ അഖിലയ്ക്ക് സംഭവിച്ചതിൻ്റെ വിഷയം വെച്ചാൽ, അഖില B2 എക്സാം കഴിഞ്ഞപ്പോൾ, B2 എക്സാമിൻ്റെ ഒരു മൊഡ്യൂൾ പാസ്സായി കഴിഞ്ഞപ്പോൾ ഈസിയാണെന്ന് വിചാരിച്ചു. പക്ഷെ ബാക്കി ഉള്ളത് എഴുതാൻ തുടങ്ങിയപ്പോൾ 3 പ്രാവശ്യം അവർക്ക് എഴുതാൻ പറ്റിയില്ല. 3 പ്രാവശ്യം അവൾ തോറ്റുപോയി. അപ്പോൾ അവളുടെ കൂടെ എഴുതിയിരുന്ന കൂട്ടുകാരത്തി, അഖില നല്ല ബ്രില്യൻ്റാണ്, റാങ്ക് ഹോൾഡർ ആയിട്ടാണ്, വളരെ പ്രോംപ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻ്റായിട്ട് വളർന്നു വന്നതാണ്, നല്ല ആത്മവിശ്വാസമുള്ള ആളാണ്. പക്ഷേ B2 ആദ്യം ജയിച്ചങ്ങനെ പിന്നീട് കംപ്ലീറ്റ് എഴുതിയെടുത്തപ്പോൾ 3 പ്രാവശ്യം തോറ്റുപോയി. 3 പ്രാവശ്യം തോറ്റപ്പോൾ അവളൊരു കാഴ്ച കണ്ടെന്നാണ് പറയണത്. അവളുടെ കൂടെ എഴുതിയിരുന്ന അവളോളം കലിബറില്ലാത്ത ഒരു മോള് എല്ലാ മൊഡ്യൂൾസിലും ജയിച്ച്. അപ്പോഴവൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ അഖില തോറ്റു വല്ലാതെ അങ്ങ് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ജയിച്ച കൂട്ടുകാരത്ത് നോക്കിയപ്പോൾ അവൾ കൃപാസനം മാതാവിൻ്റെ കാശ് എടുത്തുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണീരോടെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച അവൾ കണ്ട്. അപ്പോൾ അഖില അവളോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്യണത്? അപ്പോൾ അവൾ പറഞ്ഞു, എന്നെ ജയിപ്പിച്ചത് കൃപാസനം മാതാവാണ്. ഹല്ലേലൂയ.
അപ്പോൾ അവൾക്ക് അഹങ്കാരവും ആത്മവിശ്വാസവും ഇല്ല. ഇവൾക്ക് അഹങ്കാരമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. അവൾക്ക് അമ്മയിലാണ് വിശ്വാസം. അമ്മയോട് ഉള്ളതുപോലെ തുറന്നു പറയും, ഞാൻ ഗതികെട്ട ആളാണ്, എനിക്കൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല, നീയാണ് എൻ്റെ കൂടെ വരേണ്ടത്, നീയാണ് എൻ്റെ പേപ്പർ നോക്കേണ്ടത്, നീയാണ് എന്നോട് സംസാരിക്കേണ്ടത്. കമ്മ്യൂണിക്കേഷൻ, അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് വാഗ്ദാന പേടകം എന്നുള്ള കോൺസെപ്റ്റിൽ ദൈവം നമ്മൾക്ക് എന്തുമാത്രം ലളിതമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അത്രയും കമ്മ്യൂണിക്കബിളാണിത്. കമ്മ്യൂണിക്കേഷൻ നിസ്സാര കാര്യമല്ല. ഞങ്ങൾ തരുന്ന ഷെഡ്യൂൾ പ്രെയർ മാത്രമല്ല, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കണം. എപ്പോഴും വയറ്റിപ്പഴപ്പം പറഞ്ഞുകൊണ്ടിരിക്കരുത്. അപ്പോൾ ദൈവം അവർക്ക് നിങ്ങൾക്ക് വയറ് മാത്രമല്ലേ ഉള്ളതെന്ന് വിചാരിക്കും. പിന്നെ വയറിന് വേണ്ട സാധനമൊക്കെ തന്നിട്ടിരിക്കും. നമുക്ക് വേറെ കുറേ അവയവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇടയ്ക്ക് ഓർത്തേക്കണം പ്രാർത്ഥിക്കുമ്പോൾ, അല്ല വയറിട്ട് തിരുമ്മിക്കൊണ്ടിരിക്കരുത്. അപ്പോഴേ അത് അനുസരിച്ചുണ്ട്. അപ്പോൾ അങ്ങനെ ഉടനെ അഖില വന്ന് ഉടമ്പടി എടുത്ത്, ഉടമ്പടി എടുത്തെങ്കിലും ഈ പറഞ്ഞ പോലെ എന്താണ്, അഖിലയ്ക്കൊരു ധാരണയാണ് ആദ്യം ഉണ്ടായത്. പിന്നെ അത് ധാരണ വളർന്ന് വിചാരമായി. വിചാരം ആണ് ഇപ്പോൾ കൂട്ടുകാരത്തിയുടെ കൂടെ കിട്ടിയത്. ചെറിയൊരു വിശ്വാസം ആയോന്ന് നമുക്കറിയത്തില്ല. വിചാരമുണ്ട്, കൂട്ടുകാരത്തി ജയിച്ചത് അങ്ങനെയാണെങ്കിൽ എന്നാൽ പിന്നെ അത് എടുത്തേക്കാം, ഇനിയിപ്പോൾ അതുകൊണ്ട് കുഴപ്പമുണ്ടായെന്ന് വേണ്ടത്. പല ആൾക്കാർ ഉടമ്പടി എടുക്കണം അങ്ങനെയാണ്. എന്നാൽ പിന്നെ ഉടുങ്ങാൻ അതെടുത്തേക്കാം, ഉടമ്പടിയാണ് എന്തായാലും എന്ത് തടിയായാലും എടുത്തേക്കാമെന്ന് വിചാരിക്കും. അതാണ് അങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കുഴപ്പം കൊണ്ടാൽ കിട്ടില്ലെന്ന് വേണ്ട. അതുകൊണ്ട് മറ്റുള്ളവരെ എടുത്തിട്ട് ഇനി അതിൻ്റെ ഒരു കുറവ് നമുക്ക് ഉണ്ടാവരുതെന്ന് വിചാരിച്ചുകൊണ്ട് വന്ന് ഉടമ്പടി എടുക്കണ കുറേ അധികം ഉണ്ട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഈ ലാഗിങ് വരണത്. ഇതെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യണം. കാരണം ദൈവമായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. ദൈവവും നിങ്ങളുമായിട്ട് വലിയൊരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് ഈ വായുനാറ്റം ഉണ്ടാകാതിരിക്കാൻ. ദൈവം നിങ്ങൾക്ക് വായുനാറ്റം ഉള്ളവരാണ് ദൈവം സംസാരിക്കുക നിങ്ങളോട്? ഇല്ല, സംസാരിക്കത്തില്ല. അപ്പോൾ വായുനാറ്റമൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് മൗത്ത് വാഷൊക്കെ അടിച്ച് വരണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. വീട്ടിൽ പോയി മൗത്ത് വാഷ് അടിക്കരുത്, കുമ്പസാരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ കാര്യം? അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണെന്ന്. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. റോമ 3:13. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. പരിപാടിയായി. വ്യത്യസ്തമായ കൂട്ടം കൂടി നിന്ന് ജോലി ചെയ്യണില്ലേ? കൂട്ടം കൂടി നിന്ന് ജോലി ചെയ്യുന്നവരുടെ ആൾക്കാരുടെ വർത്തമാനങ്ങളിലെല്ലാം പലപ്പോഴും അവർക്ക് ജോലിക്ക് ബോറടിക്കുമ്പോൾ അവർ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ആ തെറിയെ അഭിമുഖീകരിക്കുന്നത്. ചില ആൾക്കാർ കൊന്ത ചൊല്ലിക്കൊണ്ട് ചെയ്യും. തുറന്ന ശവക്കുഴിയുള്ള ആൾക്കാർ, തൊണ്ട തന്നെ തുറന്ന ശവക്കുഴിയുള്ള ആൾക്കാർ വാ പൊളിച്ചാൽ നാറ്റം വന്നുകൊണ്ടിരിക്കുക. അതിനെ വായുനാറ്റം എന്ന് പറയണത്. മനസ്സിലായില്ലേ? നിങ്ങൾ എന്ത് പറഞ്ഞാലും വായുനാറ്റം ഉണ്ടാകും. വായുനാറ്റം ഇല്ലാതെ നിങ്ങൾക്ക് വർത്തമാനം പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള വാക്കുകളുണ്ടാകുന്ന വാക്കെന്നെന്താ? വാക്ക് എവിടുന്നാണ് വന്നത്? വാക്ക് ഈ കഴുത്ത് ഒന്നും ചെയ്യത്തില്ല, ഹൃദയം ചെയ്യണത് കൊണ്ടാണ് വായുനാറ്റം ഉണ്ടാകണത്. കാര്യം എന്താണ്? ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരം. ചുരുക്കിട്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 6:45. ലൂക്ക 6:45. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ഒന്ന് പറഞ്ഞ നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിന്റെ നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. അപ്പൊ ഹൃദയത്തിൽ എന്താണ് ഉള്ളത്? ഈ ദ്വയാർത്ഥം പറയുന്നവരും തെറി പറയുന്നവരൊക്കെ ഓർക്കുക, നിങ്ങളുടെ ഹൃദയം തന്നെ ഒരു സെക്സ് ഓർഗനായിട്ടാണ് വർക്ക് ചെയ്യണത്. ചില ആൾക്കാരെ കുറിച്ച് പറയത്തില്ലേ, അവൻ വേറെ എന്നോ അവയവം കൊണ്ടാണ് ചിന്തിക്കണമെന്ന് എന്ന് പറഞ്ഞ പോലെ ജീവിതകാലം മുഴുവനും 24 മണിക്കൂറും സെക്സിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വായിൽ നിന്ന് ഇതുപോലെയുള്ള അഴുക്ക് വർത്തമാനങ്ങൾ വന്നുകൊണ്ടിരിക്കും. ബൈബിൾ ഇതൊന്നും വകവെച്ച് തരത്തില്ല. എന്താ കാര്യം? സത്യദൈവം അങ്ങനെയാണ് വിഷയം. നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചതുകൊണ്ട് കാര്യമില്ല.
നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തെ, ആ ഗ്രന്ഥത്തെ വിശുദ്ധ ഗ്രന്ഥം എന്ന് വിളിക്കാൻ കാരണം എന്താണ്? അത് മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നത് കൊണ്ടാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നന്ദി പറയുന്നു. ഇതിൻ്റെ അകത്തെല്ലാം ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സംവാദം, അതുപോലെ തന്നെ ഒരു സംഭാഷണം, അതെല്ലാം ഉടമ്പടിയിൽ കൂടുതലുള്ളതാണ്. ഉടമ്പടി എടുക്കാത്തവരെക്കാൾ നിങ്ങൾക്ക് ദൈവത്തോട് കൂടുതൽ സംവേദിക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ആദ്യമേ തന്നെ കാത്തലിക്സ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും നിങ്ങൾക്ക് സഭയിലുള്ള വിശുദ്ധ കൂദാശ സംവിധാനങ്ങൾ ഉടനെ പ്രയോജനപ്പെടുത്തണമെന്ന് പറയും. അക്രൈസ്തവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ഇനി മുതൽ ഒരു സ്റ്റോപ്പ് പേയ്മെൻറ്റ് നടത്തണം. എന്താണ്? തിന്മയുടെയും അഴുക്കിൻ്റെയും അതുപോലെ തന്നെ അഴുക്ക് കെട്ട ആൾക്കാരുടെ ബന്ധങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം നിങ്ങൾ സ്റ്റോപ്പ് പേയ്മെൻറ്റ് നടത്തണം. എന്താ കാര്യം? നിങ്ങൾ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വരികയാണ്, കമ്മ്യൂണിക്കേഷനിലേക്ക് വരിക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നിങ്ങളായിട്ട് അടച്ച് കളയരുത്. കമ്മ്യൂണിക്കേഷനിൽ വന്നുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന. ഇപ്പം തന്നെ അവളുടെ പേരെന്നാ, രേഖയുടെ പ്രശ്നം എന്താ? രേഖ എന്ത് ചെയ്യണമെന്ന് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. രേഖയുടെ പ്രശ്നം എന്താ? രേഖ തീയിലൂടെ ഇങ്ങനെ ജീവിതത്തെ വറച്ചട്ടിയിലൂടെ വളർന്നു വന്നിട്ടുള്ള ആളാണ്. വറച്ചട്ടി എന്നെരുതിയിലേക്കെന്ന് പറഞ്ഞ പോലെ അങ്ങനെ വളർന്നു വന്ന ആളാണ്. ആദ്യമേ തന്നെ അപ്പൻ ഉപേക്ഷിച്ചു പോയായിരുന്നു കുഞ്ഞുനാളിൽ തന്നെ. പിന്നെ അമ്മയാണ് നിങ്ങളെ വളർത്തിക്കൊണ്ട് വരേണ്ടത്. അമ്മ വളർത്തിക്കൊണ്ട് വന്നെങ്കിലും പിന്നീട് അതുങ്ങളെ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവാണെങ്കിൽ ഭയങ്കര കുടിയനാണ്. അപ്പോൾ കുടിക്കുകയും ചെയ്യും, വീട്ടിൽ വന്ന് ഇവളെ തല്ലുകയും ചെയ്യും. ഇവൾ അത്യാവശ്യം മെഡിക്കൽ ഫീൽഡിൽ പ്രാക്ടീഷണറാണ്, പക്ഷെ തല്ല് പാഴ്സൽ കിട്ടുന്നുണ്ട്. കാര്യം ഇവളുടെ ഒരു ക്വാളിറ്റി, അതുപോലെ തന്നെ ഒരു മാന്യതയൊന്നും അയാൾക്ക് വല്ല കുടിയന്മാർക്ക് വല്ല ബോധമുണ്ട്. അമ്മമാരെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മോന്ത തെളിയണില്ല നിങ്ങളുടെ അപ്പം അടിച്ച് തെളിക്കാൻ നോക്കും മോത. അതാണ് വിഷയം. അത്രയും വികടനായ ഒരു ഭർത്താവാണ് ഇവിടെ ഉള്ളത്. അത് നിങ്ങൾ പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനൊക്കെ കൂടുതലാണ് രേഖയുടെ സങ്കടങ്ങളെന്ന് പറയണത്. ഈ സങ്കടങ്ങളുടെ ഇടയ്ക്ക് വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ പിടിച്ച് വെളിവില്ലാതെ അയാളെ കടയിലായ മറ്റേ ഇരുന്ന് പറഞ്ഞു, അവളെയും പിള്ളേരെയും ഞാൻ വിഷം കൊടുത്ത് കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പക്ഷെ അങ്ങനെ ചെയ്യണ ആളാണ്, ഭ്രാന്തി കയറി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണ ആളാണ്. അപ്പോൾ അവൾക്ക് പേടിയായി. അവൾ 4 കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് അങ്ങനെ പോയൊരു വാടകയ്ക്ക് ജീവിക്കുകയാണ്. അപ്പോൾ നോക്കിയേ, അപ്പനില്ലാതെ വളർന്ന് ഇപ്പോൾ കൊണ്ടായ ഭർത്താവ്. അപ്പനില്ലാതെ വളർന്ന ആൾക്കാർക്ക് ഭർത്താക്കന്മാരോട് ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷേ സ്നേഹിക്കാൻ ഈ പണ്ടാരത്തെ കിട്ടണ്ടേ? അതിനേക്കാൾ വലിയ ആളായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ വരണത്. അപ്പോൾ ഇങ്ങനെ വാടകയ്ക്ക് കുഞ്ഞുങ്ങളുമായിട്ട് താമസിക്കണം, ഒറ്റക്ക് ജോലിക്കൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതിൻ്റെ ഇടയ്ക്ക് ഇവൾക്ക് നമ്മളെത്ര നരകിച്ച് ജീവിച്ചാലും ഈ അഹങ്കാരം നമുക്ക് മാറത്തില്ല. അതൊരു പ്രശ്നമാണ്. ഒരാളിന് ഇപ്പം നമ്മൾക്ക് പണമില്ല, നമ്മൾ പാവപ്പെട്ടവരായിട്ടൊക്കെ ജീവിക്കണം വിചാരിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കണം നിർബന്ധമില്ല. മനസ്സിലായില്ലേ? കാര്യം ദൈവം സഹായിക്കണ പാവപ്പെട്ടവരോ പണക്കാർ നിങ്ങളുടെ കയ്യിലുള്ള അക്കൗണ്ട് നോക്കിയല്ലേ സഹായിക്കണത്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നോക്കിയാണ് സഹായിക്കണത്. എപ്പോഴും നാം മനസ്സിലാക്കണം, ഞാൻ പാവപ്പെട്ടവളാണ്, ദൈവം എന്നെ സഹായിക്കും. ആര് സഹായിക്കാൻ? കിടക്കടെ നോക്കിയിരുന്നാൽ മതി. ആദ്യം നിങ്ങൾ മനസ്സ് ദൈവത്തിന് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിക്കബിൾ ആകുന്ന രീതിയിൽ എത്ര പാവപ്പെട്ടവരായാലും ശരി, രോഗികളാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല. അങ്ങനെ ഒരു സംവരണമൊന്നും സ്വർഗത്തിന് അങ്ങനെ സംവരണമൊന്നുമില്ല. സ്വർഗം പറയും എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം സൈന്യം തന്നെ വയനാട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പുറത്തെ കരയിലേക്ക് പോയി ആൾക്കാർ വല്ലതും ഉണ്ടാകുന്ന ഇങ്ങനെയും കുടുങ്ങി കിടക്കൊണ്ടാന്ന് നോക്കണമെങ്കിൽ സൈന്യത്തിന് പോലും പറ്റണില്ല. ഒരു ദിവസവും 36 മണിക്കൂർ കൊണ്ടാണ് അവർ വേലിപ്പാലം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ടാണ് സൈന്യത്തിന് പോലും അപ്പുറത്ത് പോകാൻ പറ്റിയത്. ദൈവത്തിൻ്റെ അവസ്ഥ ഇതാണ്. നിങ്ങൾ എന്ത് ദുരന്തത്തിൽപ്പെട്ടാലും ശരി, ആ പാല വിടാൻ പറ്റുന്നില്ലെങ്കിൽ സ്വാഹ പിടിയിട്ടില്ലേ. പാവപ്പെട്ടവളാണ്, ചത്ത് കിടക്കുകയാണ്, മണ്ണിൻ്റെ അടിയിലാണെന്ന് പറഞ്ഞിട്ട് ഒരു കഥയില്ല. പാല വിട്ട് വരണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്. ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ ഈശോ എന്താ പറയണത്? അതൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. ദുരന്തങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. ഒരുങ്ങിയിരിക്കാൻ ഞാൻ എപ്പോഴും പറയും. ചില ഇവർ ദുരന്തം ഉണ്ടായാലും ഇല്ലാത്തവരും നമ്മളെ വ്യത്യാസം എന്താ?
ഇപ്പോൾ ദുരന്തം ഉണ്ടതിൽ നമ്മൾ അവരെല്ലാം സഹായിക്കുന്നുണ്ട്, ഞങ്ങളും സഹായിക്കുന്നുണ്ട്, നിങ്ങളും സഹായിക്കുന്നുണ്ട്. അവരെന്ന് ജീവിച്ചിരിക്കുന്നവരെ മാത്രമേ നമുക്ക് സഹായിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദുരന്തത്തെക്കുറിച്ച് ഈശോ ആദ്യം കേട്ടപ്പോൾ ഈശോ ഫസ്റ്റ് സ്മെൽ എന്താണെന്ന്, അതായത് ഇതൊക്കെ ഈ ജീവിതത്തിൽ ലോകത്തിൽ സുഖങ്ങളുണ്ടെങ്കിൽ അതുപോലെ തന്നെ ദുഃഖങ്ങളുണ്ടാവും. ഞാൻ നേപ്പാളിലെ ഒരു സ്ഥലം ഈ ദിവസങ്ങൾ കണ്ടു. എന്തൊരു സംഗീതമാണ്, എന്തൊരു പച്ചപ്പാ, എന്തൊരു നീലപ്പാ, എന്തൊരു നീല ജലാശയം, എന്തൊരു വെള്ളിമേഘങ്ങളാണ്. എല്ലാം ഇങ്ങനെ മേഞ്ഞെടുക്കുന്ന ഒരു ഭൂമിയിലെ ഒരു സ്വർഗം പോലെ ഇരിക്കുന്ന സ്ഥലം. എപ്പോഴാണ് ഈ കൊണ്ടറാണ്ടം ഇടിഞ്ഞു പൊളിഞ്ഞ് നമ്മുടെ തലയിൽ വീണെന്ന് അറിയാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. അതാണ് ഈശോ പറഞ്ഞത്, ലോകമാണോ ഞെരുക്കം ഉറപ്പാണ്. ലോകത്തിൽ സന്തോഷം ഉള്ളത് പോലെ മൂക്കിൻ്റെ അവസ്ഥയാണ്. മൂക്കിന് ഹായ് നല്ല സ്മെല്ലെന്ന് പറയും. നാറ്റമാണല്ലോ, ഇത് രണ്ട് മൂക്കല്ലേ പറയണത്, ഇല്ലേ? ഹായ് നല്ല സ്മെല്ലെന്ന് പറയുന്നത് മൂക്കാണ്. എന്തൊരു നാറ്റം എന്ന് പറയുന്നത് മൂക്കാണ്. ഇതാണ് വിഷയം. അപ്പോൾ ഈ മൂക്ക് നന്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നെ അത് മനുഷ്യന്മാർക്ക് വിവേകം കൊടുത്തിട്ടുണ്ട്, വിവേകമുണ്ട്. പിന്നെ വിവേകത്തിൽ പിടിച്ചാൽ കിട്ടാത്ത കാര്യങ്ങൾക്ക് വിശ്വാസം കൊടുത്തിട്ടുണ്ട്. വിശ്വാസം എന്നുകൊണ്ട് വിവേകം കഴിഞ്ഞാൽ വിശ്വാസം വന്നത്. ചില കാര്യങ്ങൾ വിവേകത്തിൽ പിടിച്ചാലും കിട്ടത്തില്ല. ഇതിൻ്റെ ഇൻ്റർവ്യൂ പ്ലേസ് ചെയ്യണ ടൈം മാത്രമാണ്. ഒരേ ദിവസം ഇൻ്റർവ്യൂ ആണ്. മാതാവ് അതിൻ്റെ അകത്തൊരു കക്ഷിയാണ്. അതായത് കാരണം 3 ഇൻ്റർവ്യൂ ഒരു ദിവസം ഉണ്ടായിരുന്നത് മാതാവ് ആ ഒറ്റ ദിവസം 3 മണിക്കൂർ ഇടപെട്ട് വെച്ച്. അതവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളുടെ ജീവിത പ്രശ്നങ്ങളെ വി സെറ്റ് ടു ദി കവനൻ്റ് പ്രോജക്റ്റ്. ദൈവത്തിൻ്റെ ഒരു കവനൻ്റ് പ്രോജക്റ്റിലേക്ക് നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്യണത്. അത് വേറെ ഏത് പ്രോജക്റ്റ്, ഏത് സംവിധാനത്തിൽ സെറ്റ് ചെയ്താലും ഇത്രയും കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യത്തില്ല. പക്ഷേ ഈ നമ്മളുടെ ഒരു പ്രോബ്ലംസ്, അവർ പ്രോബ്ലംസ് ആർ സെറ്റ് ഇൻ ടു ദി കവനൻ്റ് പ്രോജക്റ്റ് വിച്ച് ഈസ് പവേർഡ് ബൈ മരിയൻ സ്പിരിച്വാലിറ്റി. അവിടെ വിഷയം വരുന്നത്, അതായത് നമ്മളുടെ പ്രോബ്ലത്തെ ദൈവത്തിൻ്റെ ഒരു പ്രോജക്റ്റുമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന, ആ സെറ്റ് ചെയ്യുമ്പോൾ അത് വർക്കൗട്ട് ചെയ്യണത് എങ്ങനെയാണ്? മരിയൻ സ്പിരിച്വാലിറ്റിയിലാണ് അത് പവർ ചെയ്യണത്. മരിയൻ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോൺ കോംപ്രമൈസബിളാണ്. അവർക്ക് എനിക്ക് നിനക്ക് എന്താണ്, എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലൊന്നും അത് കോംപ്രമൈസ് ചെയ്യത്തില്ല. അമ്മ അവിടെ ഒരു സ്റ്റാൻഡ് എടുത്താൽ ആ സ്റ്റാൻഡ് ദൈവത്തിന് ഹോണർ ചെയ്യേണ്ടി വരും. കാര്യം ഈ ലോകത്തിന് രക്ഷകന് നൽകുന്നതിൽ അവളുടെ വാക്കാണ് ദൈവത്തിന് സഹായമായത്. അപ്പോൾ സ്വർഗത്തിൻ്റെ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ് മറിയത്തിന് നല്ല ഒരു വാല്യൂ ഉണ്ട് ഇവിടെ. അതാണ് വിഷയം എന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അപ്രതിരോധ്യമാണ് മരിയൻ മീഡിയേഷൻ്റെ പ്രശ്നം. അത് അപ്രതിരോധ്യമാണ്. പിന്നെ ഈ മരിയൻ മീഡിയേഷൻ കൃപാസനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് വേറെയാണ്. എന്താ കാര്യം? അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണമായിട്ട് വന്നിരിക്കുന്ന വിഷയമാണ്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് സഭയോടും ലോകത്തോടും പറയുന്ന മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ദൈവത്തിൻ്റെ ഒരു മനസ്സാണ്. അപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ അത് ജനറലൈസ് ചെയ്യുകയും ഒരു ലോക്കലായിട്ടുള്ള സ്ഥലത്ത് സംഭവിച്ച വിഷയത്തെ അത് സഭയെ എടുത്ത് ജനറലൈസ് ചെയ്യുകയും ലോകം മുഴുവൻ ദൈവത്തിൻ്റെ സന്ദേശം എത്തിക്കേണ്ടത് ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണ്. ആ ദൈവത്തിൻ്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി എടുത്ത് പ്രത്യക്ഷിക്കണം, പ്രാർത്ഥിച്ചാലാണത്. അപ്പം നമ്മുടെ ഉടമ്പടി കാര്യങ്ങൾ നിവർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്, ദൈവത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് മറ്റും മരിയൻ മീഡിയേഷനേക്കാളും ഈ കൃപാസനം മരിയൻ മീഡിയേഷൻ പവർഫുൾ ആയിരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാതാവിന്റെ മധ്യസ്ഥത്തിന് ദൈവപിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. അപ്പോൾ രേഖയെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ അവസ്ഥയിലൊക്കെയാണ് ജീവിക്കണമെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് അഹങ്കാരമുണ്ട്. അവിടെ അഹങ്കാരം തന്നെ കണ്ട അഖിലൊക്കെ ഉണ്ടായിരുന്ന അഹങ്കാരം രേഖയ്ക്കുണ്ട്. രേഖ അഹങ്കാരം എന്താ? എന്നാത്തിനാ ആൾക്കാർ പറയും വീടൊന്നും വെക്കണില്ല, 2 പെൺകുഞ്ഞുങ്ങൾ 3 പെൺകുഞ്ഞുങ്ങളല്ലേ, 3 പെൺകുഞ്ഞുങ്ങളല്ലേ, വീടൊന്നും വെക്കണില്ലേ ചോദിക്കുമ്പോൾ എന്നാത്തിനാ വീടെന്ന് ചോദിക്കും. അല്ല കാര്യമുണ്ട്, അതിൻ്റെ അത്ര അഹങ്കാരമുണ്ട്.
അതായത് നമ്മൾക്ക് അപ്പോൾ കമ്മ്യൂണിക്കബിൾ അല്ല, ദൈവത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ അഹങ്കാരം, നിങ്ങൾ അഹങ്കരിക്കുന്ന വിഷയങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ബോഡിയാണ്, ചിലപ്പോൾ നിങ്ങളുടെ സൗന്ദര്യമായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസമായിരിക്കും. ഇന്നലെ ഈ ആഴ്ചയിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അവർക്ക് 15 കൊല്ലമായി ഡോക്ടറേറ്റ് ഉണ്ട്. അവർക്ക് 15 കൊല്ലമായിട്ട് ഡോക്ടറേറ്റ് എടുത്തിരിക്കുകയാണ്. MSc ഡോക്ടറേറ്റ് എടുത്ത് ഡോക്ടർ പ്രിയ MSc എടുത്തു കഴിഞ്ഞിട്ട് PhD എടുത്തിരിക്കുകയാണ്. 15 കൊല്ലമായി. കോളേജിൽ കയറേണ്ട ആളാണ്. ഇപ്പോഴും ഇങ്ങനെ PTA ഡെയിലി വേജസിനെ പഠിപ്പിച്ച് നടക്കുകയാണ്. 15 കൊല്ലമായി. ഇപ്പം ഏജ് ഓവറാകാനായി. ഏജ് ഓവറാകാൻ 3 മാസമേ ഉള്ളിനി. അപ്പോൾ ഈ ഏജ് ഓവറാകാൻ 3 മാസം ഉള്ളപ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യം എന്നൊക്കെ മനസ്സിലായില്ലേ? 15 കൊല്ലമാണ് വേസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവൾ 15 കൊല്ലത്തിന് മുമ്പ് 10 കൊല്ലം മുമ്പെങ്കിലും ഉടമ്പടി എടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തുപോയി. കാര്യം ഉടമ്പടി സമയത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ MSc PhD ആയിട്ടുള്ള ആൾക്കാർ 15 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണ് സ്കൂളിലെ. പക്ഷേ കോൾഫോർ ചെയ്യുന്നില്ല, സർക്കാരും കോൾഫോർ ചെയ്യുന്നില്ല. റാങ്ക് ലിസ്റ്റിൽ പരീക്ഷയ്ക്ക് എഴുതുന്നുണ്ട്, റാങ്ക് ലിസ്റ്റിൽ കയറണില്ല. ആകപ്പാടെ ഒരു പകപ്പാണ്. എൻ്റെ ജീവിതം ഇങ്ങനെ ജോലി കിട്ടാതെ ഇങ്ങനെ നരകിച്ച് മരിച്ചു പോകുകയെന്ന് ചിന്തിച്ച് തീർത്ത് കയ്യിൽ നിന്ന് വിട്ടുപോയി. ജീവിതം കയ്യിൽ നിന്ന് വിട്ടു പോകുന്നവർക്ക്, ദൈവത്തിൽ നിന്ന് ജീവിതം കൈവിട്ടു പോകുന്നവർക്ക് ദൈവത്തിൻ്റെ കൈയോട് നിന്നെ പിടിപ്പിക്കുന്നതാണ് ഉടമ്പടി. കൈയടിക്കട്ടെ, പ്രാക്ടീസ് ചെയ്ത് മനുഷ്യരാശി പരീക്ഷിച്ച് അതിൻ്റെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ഫോമാണ് മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത്. വാഗ്ദാനപ്പെടാവ് എന്നുള്ള കോൺസെപ്റ്റ് തലമുറകളിലൂടെ ദൈവം പരീക്ഷിച്ച് അവസാനം 2016 അതിൻ്റെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും അപ്ഡേറ്റഡായിട്ടുള്ള ഫോമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഷാർപ്പ് ഷൂട്ടാണ് അത്രക്ക്. പക്ഷേ ഇത് ഇൻഡാക്ട് ചെയ്യുമ്പോൾ ഇത് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്കിൽഫുൾനെസ് ഉണ്ടാകണം. അതുകൊണ്ടാണ് എപ്പോഴും ഉടമ്പടി ധ്യാനം കേൾക്കണം എന്ന് പറഞ്ഞത്. ഉടമ്പടി ധ്യാനത്തിൽ അതിൻ്റെ അപ്ഡേഷൻ കിട്ടണത്. അപ്ഡേഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആ ഉടമ്പടി ധ്യാനം ശ്രദ്ധിച്ച് അതിൻ്റെ മെക്കാനിസം പഠിക്കണം. അല്ലാതെ കരിസ്മാറ്റിക് ധ്യാനം കേൾക്കണ പോലെ ഉടമ്പടി ധ്യാനം കേൾക്കരുത്. ഉടമ്പടി ധ്യാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡൂയിങ് തിയോളജിയാണ്, അല്ലാതെ ഒരു ക്ലാസ് റൂം തിയോളജി അല്ലത്. അത് നമ്മൾ ഒരു ചെയ്വനയിലാണ് അത് എങ്ങനെ അത് ഈ നമ്മൾ അതായത് ഈ വിഷയം നമുക്കറിയാം. ഉടമ്പടി തന്നെ പറയുന്ന കമാൻഡ് എന്താണ്? ഈശോ കവനൻ്റെ ഫോർമുലയിൽ പറയണത് ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. അതാണ് കുർബാന, കവനൻ്റാണ്, അത് ചെയ്യണേ. പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. പണ്ടൊക്കെ കോസ്റ്റ്ലി വെച്ചാൽ ഒരു പള്ളിക്ക് 100 കോടി ഒരു കോടി രൂപയെങ്കിലും വേണം. ചെറിയൊരു ചാപ്പൽ ചെയ്യാൻ 1 കോടി രൂപ വേണം. ഒരു അച്ഛനെ പഠിപ്പിക്കണമെങ്കിൽ 10-25 ലക്ഷം രൂപ വേണം. കപ്പേന് ശമ്പളവും കൊടുത്ത്, വലിയ ശമ്പളം ഇല്ല പാവപ്പെട്ടവന്, എല്ലാ കപ്പേന്മാർക്കും ചെറിയൊരു സ്റ്റൈഫൻ്റാണ് കിട്ടണത്. ഇത് എനിവേ ഈ സംവിധാനമൊക്കെ ഒരുക്കണമെങ്കിൽ 1.5 കോടി രൂപ വേണം. ഒരച്ഛനെ പഠിപ്പിക്കണേ 13 കൊല്ലം വേണം. എന്നാൽ മാത്രമേ ഈ മെമ്മറി ഒന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ മെമ്മറി ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ യൂറോപ്യൻ സഭയിലുള്ളത്. യൂറോപ്യൻ സഭ മെമ്മറി ചെയ്യാൻ ആളില്ലാത്തൊരു കാലം ചിലപ്പോൾ ഇനി വരാം, ഇവിടെയും വരാം. അപ്പോഴും ആരെങ്കിലും ഇല്ലാതിരിക്കത്തില്ല. ആദിമസഭയിലെ അപ്പോസ്തലന്മാർ 12 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 12 സ്ഥലത്ത് പോകുമ്പോഴും കുർബാന ചിലപ്പോൾ 6 മാസം കൂടുമ്പോഴേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ജനങ്ങൾ വിശ്വാസത്തിൽ ജീവിച്ചിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയണത് ആത്മാവിൻ്റെ ശരീരത്തിൻ്റെ ഫലങ്ങളെ എല്ലാവർക്കും അറിയാവുന്ന, ഇല്ലേ? എല്ലാവർക്കും അറിയാവുന്ന പറയണത്. അപ്പോൾ ആ പാപത്തെക്കുറിച്ച് എല്ലാവർക്കും നല്ല കോൺഷ്യസ് ഉണ്ടെന്നാണ്. ആദിമസഭയിൽ ഈ 10,000 അച്ഛന്മാരെ വെച്ച് 10,000 പള്ളി വെച്ച് നടന്നിട്ടും പാപത്തിൻ്റെ കുറിച്ച് കോൺഷ്യസ് ഇല്ലല്ല. അതിലെ കുഴപ്പം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഗലാത്യ 5:19. ഗലാത്യ 5:19. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ഒന്ന് പറഞ്ഞേ, ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പം അത് കോമൺ ലൈറ്റിക്ക് ജഡത്തിന്റെ വ്യാപാരങ്ങൾ അറിയാമെന്നാണ് ഈ പറയണത്. കളിയാണ്.
സാധാരണ മനുഷ്യർക്ക് പോലും ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ അറിയാം. എന്തൊക്കെയാണത്? അവ വ്യഭിചാരം, വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഒരു കവനിലേക്ക് വരുമ്പോൾ ഒരു വിശുദ്ധി, നമ്മളെ വിശുദ്ധിയിലേക്കാണ് വിളിക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് ഇതിൻ്റെ ഒരു നിലപാട് തറയെന്ന് പറയണത്. ഇതിനകത്ത് ഒരു സംഭവം മാത്രം ഞാൻ പറഞ്ഞു. ജഡത്തിൻ്റെ വ്യാപാരത്തിൽ ഒരു സാധനം, ആ മാത്സര്യം പറഞ്ഞില്ലേ, കോപം മാത്സര്യം എന്ന് പറയുമ്പോഴേ താരതമ്യ പഠനത്തിൽ നിന്നാണ് മാത്സര്യം വരണം. മത്സരം എന്ന് പറയുന്നത് എന്താണ്? താരതമ്യം. അതാണ് ഞാൻ അത്ര മോശമല്ല. അപ്പോൾ കൂട്ടുകാരുമായിട്ടൊക്കെ മത്സരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടമ്പടി ബ്രേക്ക് ആകാൻ സാധ്യതയുണ്ട്. ഇവിടെ സാക്ഷ്യമൊക്കെ പറയുമ്പോൾ ഞാനത്ര ഹാപ്പിയൊന്നുമില്ല സാക്ഷ്യത്തിൽ. എന്താ കാര്യം? ഈ പണ്ടാരം സാക്ഷ്യമെല്ലാം പറഞ്ഞിട്ട് പോകണമെങ്കിൽ ഇതിൻ്റെ മനസ്സിലെന്തായിരിക്കും നമുക്കറിയാമോ? ഇവിടുന്ന് പറഞ്ഞ് പോയി ഇംഗ്ലണ്ടിൽ അമേരിക്കയിൽ പോയി കഴിയുമ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ അവിടെ പള്ളിയില്ല, പട്ടക്കാരനുമില്ല, പിന്നെ കൂട്ടുകാരുമായിട്ട് പിന്നെ അവരുടെ റിലേ പോയി നടക്കുന്ന ആൾക്കാർ നമുക്ക് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഭാവിയിൽ നിങ്ങളുടെ ഉടമ്പടിയിലാണ് നിങ്ങൾ ജീവിക്കണമെന്ന് ദൈവത്തിന് തോന്നണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, കർത്താവ് 90 ദിവസം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കണില്ല, ഇത് ഉടമ്പടിയാണ്, അല്ലാതെ എന്തെങ്കിലും കൊണ്ടൊന്ന് വോട്ട് ചെയ്തേച്ചും പോണ പരിപാടിയല്ല. ചിലർ വോട്ട് ചെയ്യണ പോലെ ഉടമ്പടി ചെയ്യണത്, ഇവിടെ കൊണ്ടുവന്ന് ഇട്ടും പോകും, എന്നിട്ട് തോന്നാ പോലെ ജീവിക്കും. അഖിലയുടെ പ്രശ്നം എന്താ? അഖില എന്തുകൊണ്ടാണ് ഉടമ്പടി എടുത്ത് പിന്നെയും തോറ്റത്? ഉടമ്പടി എടുത്തിട്ടും പിന്നെയും തോറ്റ് ബീറ്റുവിനെ, പിന്നെയും ഉടമ്പടി പുതുക്കി പിന്നെയും തോറ്റ് ബീറ്റുവിനെ. എന്താ തോറ്റത്? അവളുടെ ഈ ഉടമ്പടി എടുത്ത കൂട്ടുകാരത്തി മാതാവിനെ കെട്ടിപ്പിടിച്ച് കരയണത് കണ്ടപ്പോൾ അവൾ രക്ഷപ്പെട്ടത് കൃപാസനം മാതാവിന് ആയതുകൊണ്ട്, എന്നാൽ ഞാനും കൂടി പോയി വോട്ട് ചെയ്തേക്കാമെന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ടവൾ വോട്ട് ചെയ്യാൻ വന്നതാണ്. ഉടമ്പടി എടുക്കാൻ വന്നതല്ല, മാതാവിന് വോട്ട് ചെയ്യാൻ വന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? ആ പത്രം എന്ത് ചെയ്ത്? പത്രം അവിടെ തന്നെ വെച്ചു. ഇന്നലെ ഞാനൊരുത്തിനെ ഇറക്കി വിട്ട്. കാരണം അവിടെ എന്തോ കരഞ്ഞോ കൂവിയ ഒരു ഭർത്താവും ഭാര്യയും കൂടി ഇവിടെ വന്നിട്ട് അവളിങ്ങനെ ഏന്തി നിൽക്കുകയാണ് എന്നോട് സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ ഇവൾ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തൊരു പിഴയാണല്ലോ പരിപാടിയെന്ന്. അപ്പോൾ ഉടനെ ഞാൻ ചീട്ടെടുത്ത് നോക്കിയപ്പോൾ 15 ദിവസം ആയിട്ടുള്ളൂ ഉടമ്പടി എടുത്തിട്ട്. അച്ഛനെ കാണാനുള്ള ചീട്ട് അവളെ ഇവിടെ നിന്ന് ഒപ്പിച്ച്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ കളി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കള്ളക്കണ്ണീരാണെന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു, നിൻ്റെ പത്രം തേനി, നിൻ്റെ പത്രം ഇരിപ്പുണ്ട്, അലമാരി വെച്ചിരിക്കണേ, പൂട്ടിയിരിക്കുക, എന്നെ കാണാൻ മതിരിക്കുക, പൊടിയെന്ന് പറഞ്ഞു. അപ്പം അതിനെ പൊക്കി വിട്ട ഭർത്താവിനും ഭാര്യനെ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതായത് ഇവൾ ദൈവത്തെ പറ്റിക്കുകയാണ് ശരിക്കും ചെയ്യണേ. ഉടമ്പടി എടുത്തപ്പോൾ അവൾക്ക് തീക്ഷണതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട് ആൾക്കാരെ മുടന്തിയായിട്ടുള്ള മക്കൾ പോലും ഉടമ്പടി എടുത്തിട്ട് മുടന്തി കൊണ്ടുപോയി 3 ദിവസത്തിന് പത്രം എല്ലാം കൊടുത്തിട്ടുള്ള ഉടമ്പടി സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഇവർക്ക് നല്ല ആരോഗ്യമുണ്ട്. പക്ഷേ ഇവളുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എനിക്ക് അറിയാവുന്നവർക്ക് കൊടുക്കണ്ടേ, അറിയാൻ പാടില്ലാത്തവർ കൊടുത്താൽ അവർ വല്ലതും എന്നെ പറഞ്ഞാൽ എന്ത് ചെയ്യും? നീ ആരാണ്? നിന്നെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി ഇത് കണ്ട ഈ കിടപ്പ് കണ്ടല്ലേ, ഇതിങ്ങനെ ഈ 3 മണിക്കൂറാണ് ഈശോ ആ വഴിയരികി കിടന്നത്, ഇങ്ങനെ ചണ്ട നദയിൽ കിടന്നത്. അപ്പോൾ കർത്താവിന് നമുക്ക് വേണ്ടി ഇത്രയും ചെയ്യാവുന്നുണ്ടെങ്കിൽ നിനക്കെങ്ങനെയാണ് ഈ അഹന്ത വരണത്? ആദ്യം ഉടമ്പടി ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ കേവന്മാരാണ് എന്ന് നിങ്ങൾ ധരിച്ചാൽ മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളെ കൊച്ചാക്കാൻ വേണ്ടി എന്തും ചെയ്യും. എന്നെ തന്നെ എന്തുമാത്രം പരസ്യമായിട്ട് ആക്ഷേപിച്ചിരിക്കണം. എൻ്റെ സഭാ സംവിധാനങ്ങളിൽ നിന്ന് കൂട്ടായിട്ട് എന്നെ ആക്രമിച്ചിട്ടുള്ള ചരിത്രമുണ്ട്. എന്നിട്ട് മറ്റുള്ളവരെല്ലാം കൈയടിച്ചിട്ടുള്ള ചരിത്രമുണ്ട്. ഞാൻ എൻ്റെ അച്ഛന്മാരുടെയൊക്കെ ഇതാ പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ ഞാനൊന്നും മിണ്ടത്തില്ല. എന്താ കാര്യം? കർത്താവ് കൂടുതൽ ഫലം കായ്ക്കുന്നതിനെ കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടി കർത്താവ് വെട്ടിയൊരുക്കണത് കുടുംബത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വെട്ടിയൊരുക്കേണ്ടത്. നാട്ടുകാർ വെട്ടിയൊരുക്കണത് രണ്ടാമത്തെ കേസാണ്. കുടുംബത്തിൽ നിനക്കൊരു ശാസന വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ശാസന നിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ക്രമീകരണമാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ ഒരു ജന്മന അന്ധനാണ്.
ജന്മന അന്ധനല്ല, ബധിരനുമാണ്. കേൾക്കാനും പാടില്ല, കാണാനും പാടില്ല, സംസാരിക്കാനും പാടില്ലാത്ത. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വന്ന പോലെ തന്നെ ഈ വിഷയം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോഴേ മാതാവിനെ പോലെ മിണ്ടാണ്ടിരിക്കുക. എന്താ കാര്യം? മിണ്ടായിരിക്കണത് എന്തുകൊണ്ടാണ്? ഹൃദയത്തെ സംഗ്രഹിക്കുക. ഹൃദയത്തിലിരിക്കുന്ന ആരാണ്? ദൈവമാണ്. ദൈവത്തിലേക്ക് കൈമാറി കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാകും. ഞാൻ എന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സഭയിൽ നിന്ന് ആക്ഷേപിച്ചപ്പോൾ എൻ്റെ അരികിലിരുന്ന ഒരു സീനിയർ പീസറിനോട് പറഞ്ഞു, യു സ്റ്റാൻഡ് അപ്പ് ആൻഡ് ഡിഫെൻഡ് യുവർ സെൽഫ്, ബാക്കി ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞ് നോ മോളിൽ നിന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്താണ്? എനിക്ക് പട്ടം തന്ന ആൾ വേറെ ഉണ്ടല്ലോ, അയാളെപ്പോഴും ജീവിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് മരണമില്ലല്ലോ, അയാളല്ല സംസാരിക്കേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ മിണ്ടിയില്ല. ഞാൻ പുറത്തോട്ട് ഇറങ്ങിപ്പോന്നപ്പോൾ അച്ഛന്മാരെ പറഞ്ഞു, ഇപ്പോൾ കിട്ടിയില്ലേ കള്ളത്തരമാണെന്ന് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ചു. ഇപ്പോഴല്ല, 2008 മുമ്പെന്ന് ഓർക്കണം. ഞാനന്ന് കൊച്ചച്ഛനാണെന്ന് ഓർക്കണം. ശുശ്രൂഷയൊക്കെ തുടങ്ങി വന്ന കാലത്ത് കിട്ടിയ വെട്ടാണ് അത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ കർത്താവ് കരുതിക്കൊണ്ട് വെട്ടിയതാണ്. എന്നെ ഒതുക്കി കളഞ്ഞെന്ന് പറയാം ശരിക്കും. എന്നിട്ട് ഞാനത് മനസ്സിലാക്കി സൗമ്യതയോടെ, കർത്താവ് എന്നെ ആക്ട് ചെയ്യാൻ അനുവദിച്ചില്ല. ഞാൻ ആക്ട് ചെയ്തിരുന്നെങ്കിൽ കർത്താവ് എന്നെ പിന്നീട് ഒരിക്കലെടുത്ത് ഉപയോഗിക്കത്തില്ലായിരുന്നു. ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റിയൊരു വ്യക്തിയായി നീ മാറണം. ദൈവപൈതലേ, ദൈവത്തിന് നിന്നെ വിശ്വസിക്കണം. കാരണം നിന്നെ വിശ്വസിച്ചാൽ മാത്രമേ ദൈവത്തിന് നിന്നെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം വിശ്വാസം എന്ന് പറയുന്നത് ഒരു ടെമ്പററി അഫയേഴ്സാണ്. അതൊരു ടെമ്പററി അഫയേഴ്സാണ്. ദാറ്റ് ക്യാൻ ബി സ്റ്റോപ്ഡ് അറ്റ് എനി ടൈം. പക്ഷേ സ്നേഹത്തിലേക്ക് വരുമ്പോൾ സ്നേഹത്തിന് അന്ത്യമില്ല. വിശ്വാസം നിന്നിൽ ദൈവം വിശ്വാസം ജനിപ്പിക്കാൻ വേണ്ടി, നിൻ്റെ വിശ്വാസത്തിൽ നിൽക്കാൻ വേണ്ടി ദൈവം നിന്നെ ഒരുക്കുമ്പോൾ ഓർക്കുക, ദൈവം നിന്നെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. ആ സ്നേഹം ദൈവം ടെമ്പററി അല്ല. ഫെയ്ത്ത് ഈസ് ടെമ്പററി, ബട്ട് വിശ്വാസം എന്നേക്കും. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. 1 Corinthians 13:12. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. വിശ്വാസത്തിനേക്കാൾ ഉത്കൃഷ്ടമാണ് സ്നേഹം. വിശ്വാസത്തിൻ്റെ കുഴപ്പം, വിശ്വാസം നീ സാക്ഷ്യം കൊണ്ട് സാധൂകരിക്കുന്നില്ലെങ്കിൽ വിശ്വാസം ടെമ്പററി അഫയേഴ്സായിട്ട് മാറും, ലിമിറ്റഡ് ആവും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിലാണ് കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കണത്, വളരണത്. നീയും ദൈവവും തമ്മിലുള്ള സംസർഗവും സംവാദവും ഒക്കെ അങ്ങ് സമൃദ്ധമായി പുലർന്ന് വരണത് നിത്യത വരെ. അതിന് നമ്മൾ സ്വർഗമെന്ന് പറയും. സംവാദമാണ് സ്വർഗമായിട്ട് കൺവേർട്ട് ആക്കണത്. എല്ലാം കമ്മ്യൂണിക്കേഷൻ്റെ ആക്ടിവേഷനാണ്.